നമ്മുടെ +2 പബ്ലിക് എക്സാംസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള 2 എക്സാമുകളാണ് നമ്മുടെ നീറ്റും അതേപോലെ കീം എക്സാംസും. ഓക്കെ, അപ്പോൾ കുറേ മക്കളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ നീറ്റ് എക്സാം അല്ലെങ്കിൽ കീം എക്സാം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അല്ല അതിനൊക്കെ എഴുതാനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, എന്തായാലും നിങ്ങളുടെ പഠിത്തമൊക്കെ. അപ്പോൾ ഇപ്പോഴും നിങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണോ, കീം എക്സാം അല്ലെങ്കിൽ നീറ്റ് എക്സാം ഞാൻ എഴുതണോ, ഓക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എഴുതണോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചൊക്കെ നിൽക്കുന്ന മക്കളോട് മിസ്സിന് പറയാനുള്ളത്, ഒരു മാസം സമയം നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ മാർച്ച് തീരാറായി, ഇനിയിപ്പോൾ നമുക്ക് ഏപ്രിൽ ഒരു മാസമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് മെയ് 7th നമ്മുടെ എക്സാം ഡേറ്റ്സ് നോക്കി കഴിയുകയാണെങ്കിൽ നീറ്റ് എക്സാം മെയ് 7th വരുന്നത്. അതേപോലെ നമ്മുടെ കീം എക്സാം വരുന്നത് മെയ് 17th. ഓക്കെ, അപ്പോൾ ഒരു മാസം ഡ്യൂറേഷനാണ് നമുക്കുള്ളൂ. ഏപ്രിൽ എന്ന് പറയുന്ന ഒരു മാസമാണ് നമ്മുടെ കയ്യിലാകെയുള്ളൂ. പക്ഷേ ഈ ഒരു മാസം നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, വിത്തൗട്ട് നോ ഡൗട്ട് നമുക്ക് പറയാം ആ ഒരു മാസം കഴിഞ്ഞ ആ ഒരു എക്സാം ഓക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെവി ഫീസ് ഒന്നും അടയ്ക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കോളേജസിൽ നമുക്ക് അഡ്മിഷൻ നേടാനും പറ്റും. പക്ഷെ ചുമ്മാ അല്ല, വെറുതെ എന്തൊക്കെയോ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് വേണം, ഓഫ് കോഴ്സ് നമ്മൾ എഫേർട്ട് എടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് വേണം അല്ലേ. കൃത്യമായിട്ട് അല്ലെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഏറ്റവും ഫോക്കസ് എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടി വേണം നമ്മൾ മുൻപോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ നിങ്ങൾക്കറിയാം നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് മക്കളെ. എന്ത് ചെയ്യുക, മാർച്ച് 30 അല്ലെങ്കിൽ 31 മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കുറേ മക്കളൊക്കെ നമുക്ക് അടുത്ത കൊല്ലം ഒരു കൊല്ലം ഇരുന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരോടാണെങ്കിലും മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ജസ്റ്റ് ഈ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എന്തോരം എഫേർട്ട് നമ്മൾ ഇടണം എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കണം. അത് വെറുതെ ഒന്നും പഠിക്കാതെ പോയി അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം കുറച്ച് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. അല്ല നമ്മളിങ്ങനെ ഒരു വർഷം ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ തന്നെ എന്തോരം എഫേർട്ട് നമ്മൾ ഇടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് തന്നെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്ട് നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല, കിട്ടും അല്ലേ. ഒരു മാസം നമുക്കുണ്ട്. ആ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടല്ലേ മീൻസ് പറഞ്ഞ പോലെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി ഓക്കെ എഫേർട്ട് എടുക്കണം. എഫേർട്ട് ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എക്സാമിനറും ഉണ്ട്. അപ്പോൾ നമ്മുടെ നീറ്റ് ക്രാഷ് അതുപോലെ കീം ക്രാഷ് കോഴ്സസ് ഉണ്ട്. മിസ്സിൻ്റെ ഡേറ്റ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ നീറ്റ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 തുടങ്ങി മെയ് 1 വരെയാണ് നമ്മളുടെ നീറ്റ് ക്രാഷ് കോഴ്സസ് ഉണ്ടാവാം. അതേപോലെ നമ്മുടെ കീമിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 തുടങ്ങി മെയ് 10 വരെയാണ് നമ്മളുടെ കീമിൻ്റെ ക്രാഷ് കോഴ്സസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ നീറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ സിലബസ് ഓക്കെ +1 +2 ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ നീറ്റ് എക്സാമിനാണെങ്കിൽ നമുക്ക് ബയോളജിക്കാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത് അല്ലേ. അപ്പോൾ ബയോളജിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇൻഡിവിജ്വൽ ചാപ്റ്റർ വൈസ് തന്നെ നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കും. ഓക്കെ, ഇനി ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും പഠിക്കുന്നത് ഓരോന്നും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്രാഷ് കോഴ്സിന് പഠിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്കറിയാം ക്രാഷ് കോഴ്സാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 7 to 8 hours ഒക്കെ അല്ലെങ്കിൽ 10 hours എന്ത് ചെയ്യേണ്ടി വരും, ക്ലാസ്സസ് കാണാനും പഠിക്കാനും ഒക്കെ ടൈം എടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുവിടാം അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് ഫൈനൽ ഡിസിഷൻ. പക്ഷെ മിസ് പറയും, എന്തായാലും നിങ്ങൾ ഒരു ഡൗട്ട് അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് ഒരു ട്രൈ, ഗീവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, അത് വെറുതെ പോയിട്ടൊന്നും എഴുതല്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ മിസ് ഇത് നമ്മുടെ നീറ്റ് ബാച്ചിൻ്റെയും കീം ബാച്ചിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നീറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്താണ് നമുക്ക് 1800 rupees ആണ് ഫീസ് വരുന്നത്. ഓക്കെ, ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു ബെസ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നീറ്റിൻ്റെ 21 ഫുള്ളി സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാക്സിമം നല്ലൊരു സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. കാരണം മാക്സിമം നമ്മളിപ്പോൾ എന്താ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാറ്റേൺ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാകും.
ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്തിട്ടുള്ള നമ്മുടെ നീറ്റിൻ്റെ ബുക്കാണ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് നീറ്റ് ഡ്രോപ്പേഴ്സിനും പിന്നെ ക്ലാസ് 12th സ്റ്റുഡൻസിനുമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി 7 to 8 hours ക്ലാസ്സസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ 6 hours ആയിരിക്കും, ചിലപ്പോൾ 8 hours ആയിരിക്കും. ആ ഡ്യൂറേഷൻ മാറും, എന്നാലും 6 to 8 hours ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാവുക. ഓക്കെ, ദെൻ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാകും. നമ്മുടെ എക്സാമിനർ ആപ്പിൽ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. ദെൻ PDF നോട്ട്സ് വിൽ ബി പ്രൊവൈഡഡ്. നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് PDF രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ദെൻ നീറ്റ് പാറ്റേൺ ടെസ്റ്റ് ആണ് ആൾട്ടർനേറ്റ് വീക്സ്. അപ്പോൾ ആൾട്ടർനേറ്റ് വീക്സിൽ നമ്മൾ എന്തുണ്ടാകും, ടെസ്റ്റ്സ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പം നീറ്റ് എക്സാം എങ്ങനെയാണോ വരാൻ പോകുന്നത് ആ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ദെൻ ബാച്ച് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് 1st April to 1st May ആണ്. ഓക്കെ, അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. കാരണം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരുന്നിട്ട് ലാസ്റ്റ് കോഴ്സൊക്കെ തുടങ്ങി ഇടയിൽ വെച്ചൊക്കെ ജോയിൻ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടെന്നല്ല, ഇടയിൽ വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് കുറേ ക്ലാസ് മിസ്സായി പോകും. നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മിസ്സായി പോയ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാനുള്ള ടൈം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം March 31st തന്നെ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കീം ബാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രാഷ് കോഴ്സ് 1600 rupees ആണ് നമ്മുടെ ബാച്ച് ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കീം ഡ്രോപ്പേഴ്സിനും ക്ലാസ് 12 സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കീമിൻ്റെ പ്രീവിയസ് ഇയർ സോൾവ്ഡ് പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ നമുക്ക് 6 to അല്ലെങ്കിൽ 7 to 8 hours ഡെയിലി ക്ലാസ്സസ് ഉണ്ടാകും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാകും, PDF നോട്ട്സ് ഉണ്ടാകും, അതുപോലെ തന്നെ നീറ്റ് നമ്മുടെ കീമിൻ്റെ പാറ്റേണിൽ ടെസ്റ്റുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. 1600 rupees ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ നീറ്റിൽ അല്ലെങ്കിൽ കീം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7592092021 എന്നുള്ള ഈ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് നിങ്ങൾ അയക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കീം ക്രാഷ് ടു ജോയിൻ 7592092021 എന്നുള്ള നമ്പറിൽ കീം ക്രാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് നീറ്റ് ക്രാഷിനാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പർ തന്നെയാണ് 7592092021 സെയിം നമ്പറാണ്. നിങ്ങൾ ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നീറ്റ് ക്രാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. അത്രയേ വേണ്ടൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പം എന്താണെങ്കിലും എല്ലാ മക്കളും ഇത് നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.